ഇവരുടെ ബ്രേക്കുണ്ട്, ലഞ്ച് ബ്രേക്കുണ്ട്. ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം, ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണെങ്കിലും സംസാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി. ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആൾ. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു. കയ്യിലൊരു കത്തി, സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. നേരെ ഇറങ്ങി പോയി. ഇത്രയാണ്. ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെയൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ്. കേസ് പിടിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 3 ബണ്ടിൽ 5 ലക്ഷം 5 ലക്ഷം 5 ലക്ഷം 15 ലക്ഷം രൂപയാണ് പോയത്. ബാങ്ക് ജീവനക്കാരെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്. ആളിനെക്കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട്. അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഹിന്ദിക്കാരനാകാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട്. കേസ് ഡിറ്റക്ട് ചെയ്യും. ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. അതിന് ഞാൻ പറഞ്ഞല്ലോ, ആ പറഞ്ഞതാണ് സൂചന. അതെന്താണെന്ന് കൂടുതൽ പ്രോബ് ചെയ്യണം. എന്നിട്ട് അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പോലീസിന്റെ ആത്മവിശ്വാസം, പ്രതിയെ പിടിക്കുന്നുള്ള ആത്മവിശ്വാസം ആ ക്രൂഷ്യലായ സൂചനയാണ്. 100% പ്രതിയെ പിടിക്കും, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. സെക്യൂരിറ്റി ബാങ്കിലില്ല, സെക്യൂരിറ്റി ഇല്ല. താങ്ക് യു.